ഗുഡ് മോർണിംഗ്. എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എളുപ്പമായിരുന്നോ? ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേ? നല്ലതായിരുന്നു. ഓക്കെ, എക്സാം നല്ലതായിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ എളുപ്പമുള്ളതായിരുന്നു അല്ലേ? നമ്മൾ പഠിച്ച ഇതൊക്കെ തന്നെയായിരുന്നു ഇമ്പോർട്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞതൊക്കെയാണ് വന്നത്. ഇനി ചിലപ്പോ കുറച്ചു പേർക്ക് എക്സാം ഫസ്റ്റ് നമുക്ക് ഇപ്പോ ആദ്യത്തെ എക്സാം അല്ലേ, അപ്പൊ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യണതിന്റെ ചില വെപ്രാളവും തിരക്കുകളൊക്കെ കാണും. അപ്പൊ അതുകൊണ്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ വരെയും എന്താ പറയാ, നമ്മള് ടെൻഷൻ അടിച്ചിട്ട് തെറ്റിച്ചവരുണ്ടോ? അങ്ങനെയുണ്ടോ? അറിയായിരുന്നു മിസ്സേ, പക്ഷെ എനിക്ക് പെട്ടെന്ന് എനിക്ക് ഉണ്ട് അല്ലേ, അതെല്ലാ ക്ലാസ്സിലും പറയുന്നതാട്ടോ. അതാ ഞാനൊന്ന് ചോദിച്ചേ. വേറെ ഒന്നുമല്ല, അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. ആരും ടെൻഷൻ അടിക്കരുത്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതൊക്കെ. ഒരു ഫസ്റ്റ് എക്സാം ആയതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഓരോന്നും നമ്മൾ കഴിയുമ്പോഴല്ലേ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നേ. അപ്പൊ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കണ്ട. അതേ മനസ്സിലായി. അപ്പൊ നമ്മൾ കഴിഞ്ഞതിൽ നിന്ന് എന്തൊക്കെ ഫോൾട്ട്, കൺഫ്യൂഷൻ ആയി പോകും. പെട്ടെന്ന് നമ്മൾ തിരക്ക് പിടിച്ച് നമ്മൾ ആ സമയം കൊണ്ട് തീർക്കാൻ പറ്റും. അങ്ങനെ കുറെ ടെൻഷൻ ആയിരിക്കും നിങ്ങൾക്ക് അല്ലെ. സബ്മിറ്റ് ചെയ്യണ വരേക്കും ടെൻഷൻ ആയിരിക്കും. അപ്പൊ ചിലപ്പോ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് വായിക്കാഞ്ഞിട്ട്, അല്ലെങ്കിൽ ഓപ്ഷൻസ് ചിലപ്പോ ശ്രദ്ധിക്കാഞ്ഞിട്ട് അങ്ങനെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടാവും. നമുക്ക് പിന്നെ നോക്കുമ്പോ ആയിരിക്കും എനിക്കിത് അറിയായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടാവും അല്ലേ. ചിലർക്കൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ടാവും. അവര് വിഷമിക്കണ്ട, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ തുടങ്ങി കേട്ടോ. അപ്പൊ എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ്, ഇനി കുഴപ്പമില്ലോ, 2 എക്സാം നിങ്ങൾ ഓൾറെഡി അറ്റൻഡ് ചെയ്തു. നമുക്ക് എങ്ങനെയാണ് എക്സാം ഒക്കെ എഴുതുക, അത് എങ്ങനെയൊക്കെയാണ്, ആരും ടെൻഷൻ അടിക്കണ്ട. നമുക്ക് അറിയാവുന്നത് പോലും ടെൻഷൻ അടിച്ചാൽ മറന്നു പോകും. അപ്പൊ അതുകൊണ്ട് അത് അവിടെ കഴിഞ്ഞു. എന്താ പറയാ, ഇനി അതോർത്ത് ആരും വിഷമിക്കണ്ട. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്താ, ചിലര് എക്സാമിന്റെ തല ദിവസമൊക്കെ വായിക്കാൻ എടുത്തപ്പോ കുറെ എല്ലാരും കൂടി ഒരുമിച്ച് വന്നപ്പോ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നോ? അതെ. അതാ പറയാ, എന്താ പറയാ, അപ്പൊ എന്താ കുറച്ചു പേർക്ക് എക്സാം നമുക്ക് എന്താ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, കുറച്ചു പേരൊക്കെ നമ്മളെ എക്സാമിന്റെ തലേദിവസമോ അല്ലെങ്കിൽ അതിന്റെ തലേദിവസമോ ഒക്കെ എല്ലാം കൂടി എല്ലാ ചാപ്റ്ററും കൂടിയും, ഇപ്പൊ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമുക്കറിയാം 13 ചാപ്റ്റർ ഉണ്ട് അല്ലെ. അത് 13 കൂടി എടുത്തപ്പോ ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവോ, മിസ് അന്ന് പറഞ്ഞതായിരുന്നു, അന്നന്ന് തന്നെ നോക്കി വെക്കായിരുന്നു, എല്ലാം കൂടി വന്നപ്പോ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയോ? അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉള്ളത് തുറന്നു പറയണം കേട്ടോ. ചിലർക്ക് തോന്നിയിട്ടുണ്ടാവും ഒരുമിച്ച് വന്നപ്പോഴേ, ആദ്യം മുതൽ എനിക്ക് അന്നന്ന് ഉള്ളത് പഠിക്കായിരുന്നു. അങ്ങനെയുള്ളവരും വിഷമിക്കേണ്ട. ഇപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ലാസ്റ്റ് നമ്മൾ ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലെ, എല്ലാ ചാപ്റ്ററും കൂടി വരുമ്പോ. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇന്ന് മുതൽ നമ്മൾ 3rd മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ മിസ് പറഞ്ഞതനുസരിച്ച് തന്നെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന അത്രയും 1.5-2 പേജ് അല്ലേ ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ. അത് രണ്ട് ടീച്ചേഴ്സ്, ഇപ്പൊ ഫസ്റ്റ് വന്ദന മിസ് ആയിരുന്നല്ലോ മിസ്, അപ്പൊ ഞങ്ങളുടെ 2 പേർക്കിടെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അന്നന്ന് തന്നെ ഇനി നോക്കി വെക്കോ. ഇനി ഇപ്പൊ ചെയ്യാത്തവരുടെ കാര്യം കേട്ടോ. റെഗുലർ ആയിട്ട് ചെയ്യണവർക്ക് പ്രശ്നമില്ല, ചെയ്യാത്തവര് അന്നന്ന് എടുക്കുന്നത് ഇനി മതി, ഇനി മുതൽ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, എക്സാം വരുമ്പോ ഒരുമിച്ച് വരുമ്പോ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് എടുക്കുന്ന പോയിന്റ്സ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തന്നെ ഉണ്ട്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത് ആ ക്വസ്റ്റ്യൻസ് ആണ്. ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്ത് തന്നത് അത് പ്രത്യേകം നോക്കി വെക്കുക. ബാക്കി ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കാം. ഇതുവരെയും ചെയ്യാത്തവര് ഇന്ന് മുതൽ എടുക്കേണ്ട ഒരു തീരുമാനമാണ് കേട്ടോ. ഒരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. നമ്മൾ അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് തന്നെ ഞങ്ങൾ പഠിക്കും, നോക്കും, ഒന്ന് വായിച്ചു വെക്കും എന്നുള്ളത് എല്ലാവരും മനസ്സിൽ ഉറപ്പിക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് 3rd മൊഡ്യൂളിലേക്ക് കടക്കാം. ചെറിയൊരു ചാപ്റ്റർ ആട്ടോ, എളുപ്പമുള്ളതാണ്. ചെറിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. 3rd മൊഡ്യൂളിലെ 8ാമത്തെ ചാപ്റ്റർ ആട്ടോ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ മറിച്ച് നോക്കിയോ, ടെക്സ്റ്റ് നോക്കിയോ? എല്ലാം വലിയ ചാപ്റ്റർ ഒക്കെയാണ് 3rd 4th മൊഡ്യൂളിൽ വരുന്നത്. അപ്പൊ ഫസ്റ്റ് 2nd മൊഡ്യൂൾ പോലെ അല്ല, അതിന് കുറച്ചും കൂടി എന്താ പറയാ, ജനറൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളും ചാപ്റ്റേഴ്സും കൂടുതലാണ്. പേജ് നമ്പേഴ്സ്, നമ്പർ ഓഫ് പേജസ് കൂടുതലാണ് നമ്മുടെ ഈ 3rd 4th മൊഡ്യൂളിലേക്ക് വരുന്നത്. അപ്പൊ ഒരു മാക്സിമം നമ്മളൊരു 3 പേജെങ്കിലും കവർ ചെയ്യണം.
2.5-3 പേജോളം കവർ ചെയ്താലാണ് നിങ്ങൾക്ക് ആ പറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പോർഷൻസ് തീർക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം ഞാൻ പറയാണ്, 3rd 4th മൊഡ്യൂളിൽ പ്രത്യേകമായിട്ട് എന്താ പറയാ അണ്ടർലൈൻ ചെയ്ത് തരൂ കേട്ടോ. ഇമ്പോർട്ടന്റ് ഫുള്ള് ഇത് നമ്മൾ വായിക്കണം, എങ്കിലും നമ്മൾ ആ ഇമ്പോർട്ടന്റ് എല്ലാവരും കൃത്യമായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഓക്കെ, പിന്നെ മോക്ക് ടെസ്റ്റുകൾ തരുന്നുണ്ടല്ലോ, അതും കൃത്യമായിട്ട് തന്നെ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പിന്നെ എക്സാമിന് കൂളായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ടെൻഷൻ അടിക്കണ്ട, നമ്മൾ ഓൾറെഡി ഓരോ ദിവസത്തെ പഠിച്ചു വെച്ചതല്ലേ. ഓക്കെ, എന്നാ ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ഓക്കെ, എല്ലാവരും ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചോട്ടോ. എന്തായാലും 3rd മൊഡ്യൂൾ നമ്മൾ തുടങ്ങാല്ലേ, ഒരു പകുതി നമ്മുടെ ആയല്ലേ, കോഴ്സിന്റെ പകുതി എത്തി, അടുത്ത പകുതിയിലേക്ക് നമ്മൾ വന്നേക്കാണ്. ഓക്കെ, ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നോക്കി, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ. എന്താ പേരെന്താ ചാപ്റ്ററിന്റെ? 8ാമത്തെ ചാപ്റ്റർ സേഫ്റ്റി. സേഫ്റ്റി എന്ന് പറഞ്ഞ എന്താ? സുരക്ഷ. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്താ? സുരക്ഷിതത്വം. ഹോസ്പിറ്റലില് നമ്മളെ പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ സേഫ്റ്റി സെക്യൂരിറ്റി, സുരക്ഷയും സുരക്ഷിതത്വം ഒക്കെ വേണമല്ലോ. അത് റിലേറ്റഡ് ടു ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആണ്. ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള സുരക്ഷയും സുരക്ഷിതത്വവും. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് തന്നേക്കുന്ന സേഫ്റ്റി എന്താണ്? നമുക്കറിയാം സേഫ്റ്റി. നമ്മൾ പലപ്പോഴും പറയൂലേ, എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുന്നത്, ഓ ജസ്റ്റ് ഞാൻ സേഫ് ആയി, അല്ലെങ്കിൽ ഞാൻ സേഫ് ആണ്. എന്താ സേഫ് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നേ? സുരക്ഷ. നമ്മളല്ലേ സുരക്ഷിതരാണ്. ആ ഒരു അപകടം നമുക്ക് പറ്റില്ല അല്ലെ. ജസ്റ്റ് നമ്മൾ പറയില്ലേ, ജസ്റ്റ് നമ്മൾ സേഫ് ആയി, അങ്ങനെ പറയാറില്ലേ നിങ്ങള്? എന്താണ് സേഫ്റ്റി എന്ന് പറയുന്നേ? സേഫ്റ്റി മീൻസ് ടു ബി ഫ്രീ ഫ്രം. നമ്മൾ ഫ്രീ ആവുകയാണ്. എന്തിൽ നിന്ന്? ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും ഇഞ്ചുറി എന്ന് പറഞ്ഞ എന്താ? ഇഞ്ചുറി എന്താ? എന്തെങ്കിലും മുറിവുകള്, പരിക്കുകള് അല്ലെ, അല്ലെങ്കിൽ റിസ്ക് എന്തെങ്കിലും അപകടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഹാം എന്തെങ്കിലും ദോഷങ്ങളിൽ നിന്നൊക്കെ നമ്മൾ സേഫ് ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്രീ ആവുന്നതിനെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത്. സേഫ്റ്റി മീൻസ് ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. അണ്ടർലൈൻ ചെയ്തിട്ടോ, ഇങ്ങനെ തന്നെ ചോദിക്കാട്ടെ എക്സാമിന്. സേഫ്റ്റി മീൻസ് ഫ്രീ ഫ്രം ഡാഷ്. ഏതൊക്കെയാ ഓപ്ഷൻസ് ഉണ്ടാവും? ഇഞ്ചുറി, ഓപ്ഷൻ ബിയില് റിസ്ക്, ഓപ്ഷൻ സിയില് ഹാം, ദെൻ ഓപ്ഷൻ ഡിയില് ഓൾ ഓഫ് ദി എബോവ്. എന്താ സേഫ്റ്റി എന്ന് പറയുന്നത്? ഫ്രീ ഫ്രം ഇഞ്ചുറി, റിസ്ക് ഓർ ഹാം. എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നോ, എന്തെങ്കിലും പരിക്കുകളിൽ നിന്നോ, എന്തെങ്കിലും ദോഷങ്ങളിൽ നിന്നോ ഒക്കെ ഫ്രീ ആവുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സേഫ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ് എല്ലാവരും കൃത്യമായിട്ട് അണ്ടർലൈൻ ചെയ്ത് പോണോ കേട്ടോ. പറയുന്നത് വ്യക്തമായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തിടുക. ഇനി നെക്സ്റ്റ് നോക്കിയേ, മാനേജ്മെന്റ് ഓഫ് എനി ഹോസ്പിറ്റൽ ഹാസ് എ two-fold responsibility concerning safety. ഓരോ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനും എന്താ? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് two-fold responsibility എന്ന് വെച്ചാൽ എന്താ? ഇരട്ട ഉത്തരവാദിത്തമുണ്ട് കേട്ടോ. റെസ്പോൺസിബിലിറ്റി, two-fold responsibility. അതായത് ഓരോ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനും സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഒരു ഇരട്ട ഉത്തരവാദിത്തമുണ്ട്. 2 റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ, to make the workplace and the surrounding safe by creating safe condition. എങ്ങനെയാണ്? to make the workplace and the surrounding safe. നമ്മുടെ വർക്ക്പ്ലേസ്, സറൗണ്ടിങ്സ് ചുറ്റുപാടും, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലം അല്ലെ, ജോലി സ്ഥലം, വർക്ക് പ്ലേസ്, അതിന്റെ ചുറ്റുപാടും സേഫ് ആക്കി വെക്കുക. എങ്ങനെ? ബൈ ക്രിയേറ്റിംഗ് എ സേഫ് കണ്ടീഷൻ. ഒരു സുരക്ഷിതമായ ഒരു അവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസും സറൗണ്ടിങ്സും സേഫ് ആക്കി വെക്കുക. അത് ആർക്കുടെ ഉത്തരവാദിത്ത? മാനേജ്മെന്റിന്റെ. ഏത് സ്റ്റാഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് പേഷ്യന്റ് ആണെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ സ്റ്റാഫ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ഥലം അത് അവർക്കൊരു അപകടവും പറ്റാത്ത രീതിയിൽ സേഫ് ആക്കി വെക്കണം അല്ലേ? വേണ്ടേ? എന്തെങ്കിലും അപകടങ്ങൾ പറ്റാത്ത രീതിയിൽ സേഫ് ആയിട്ടിരിക്കണം, സേഫ് ആക്കി വെക്കണം. എന്നിട്ട് അവർ അവിടെ ജോലിക്ക് നിർത്തുകയാണെങ്കിൽ അവർക്ക് അപകടമൊന്നും പറ്റില്ല. വല്ല ഷോർട്ട് സർക്യൂട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിലോ കറക്റ്റ് ആയിട്ട് പ്ലഗുകൾ കാര്യങ്ങൾ വെക്കുക. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ സൂക്ഷിച്ചു വെക്കുക അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് കുറെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. അത് ഓരോന്നും നമുക്ക് പഠിക്കാറുണ്ട് അവിടെ. ജനറൽ സേഫ്റ്റി റൂൾസ്, സേഫ്റ്റി ഇലക്ട്രിക് ഗുഡ്സ്, അങ്ങനെ കുറെ വരുന്നുണ്ട്.
അപ്പൊ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. എന്തായാലും എന്താ ആ ജോലി ചെയ്യുന്ന ഒരു വർക്ക് പ്ലേസ്, ആ സ്ഥലവും അതുപോലെ അതിന്റെ ചുറ്റുപാടുകളും ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് സുരക്ഷിതമാക്കി വെക്കുക എന്നുള്ളത് മാനേജ്മെന്റിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണ്. ക്ലിയർ ആയോ? ഒന്നാമത്തെ, വർക്ക് പ്ലേസും സറൗണ്ടിങ്സും സേഫ് ആക്കി വെക്കുക. രണ്ടാമത്തെ നോക്കിയേ, ടു എസ്റ്റാബ്ലിഷ്. എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? എസ്റ്റാബ്ലിഷ് എന്താ? സ്ഥാപിക്കുക. സ്ഥാപിക്കുക. എന്താണ് സ്ഥാപിക്കേണ്ടതെന്നൊക്കെ? കമ്മ്യൂണിക്കേറ്റ് ടു ഓൾ കൺസേൺഡ് ആൻഡ് എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്. കണ്ടോ? എന്ത് ചെയ്യണം? സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നയങ്ങളും എല്ലാ റൂൾസും സേഫ്റ്റി റൂൾസും പാലിക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണ്? അതിനെ കുറിച്ചൊരു ആശയവിനിമയം നടത്തുക. എല്ലാ സ്റ്റാഫിനൊക്കെ കൊടുക്കണ്ടേ? ഇപ്പൊ നമ്മള് എന്താ റേഡിയോളജി ഒക്കെ പഠിച്ചില്ലേ? അവിടെ നമ്മൾ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അവിടുത്തെ ഫോളോ ചെയ്യേണ്ട സേഫ്റ്റി റൂൾസ് എന്തൊക്കെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും അതുമായി ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി റൂൾസുകള് അത് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വേണ്ടേ? ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക. എന്തിനെ കുറിച്ചാണ്? സേഫ്റ്റി റൂൾസ്, അല്ലെ? സുരക്ഷ ബന്ധപ്പെട്ട എല്ലാവരുമായിട്ട് ആശയവിനിമയം സ്ഥാപിക്കുക. എന്തുമായി ബന്ധപ്പെട്ട? എൻഫോഴ്സ് സേഫ്റ്റി റൂൾസ്, സുരക്ഷാ നയങ്ങള് റൂൾസ് നടപ്പിലാക്കുന്നതിന് അവര് കൂടി അറിയണ്ടേ? അല്ലാതെ ആ മാനേജ്മെന്റിന് മാത്രം അറിഞ്ഞാൽ മതിയോ? അപ്പൊ ഓരോ സെക്ഷനിലും വർക്ക് ചെയ്യുന്ന അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുമ്പോൾ ഇന്നൊക്കെ സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉണ്ട്, സുരക്ഷാ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞൊരു റൂള് അത് അവരുമായിട്ട്, അല്ലെ, ആ ഒരു സ്റ്റാഫുകളുമായിട്ടൊക്കെ എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? രണ്ട് കാര്യങ്ങള്. ഓക്കെ, അത് രണ്ടുമാണ് നമ്മുടെ ടു ഫോൾഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞേക്കുന്നത്? വർക്ക് പ്ലേസും അവരുടെ അന്തരീക്ഷവും അവരുടെ ചുറ്റുപാടും എന്ത് ചെയ്യുക? ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അത് സുരക്ഷിതമാക്കി വെക്കുക. രണ്ടാമത്തെ, സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള റൂൾസുകൾ ആരുമായിട്ട്? അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് സ്ഥാപിക്കുക, കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക. എങ്കിലല്ലേ അവര് കൂടി അറിയുള്ളൂ. അതുകൊണ്ട് ഇനി നോക്കി, സേഫ്റ്റി അവയർനെസ്. അവയർനെസ് എന്ന് പറഞ്ഞാൽ എന്താ? അവബോധം. സേഫ്റ്റിനെ കുറിച്ചുള്ള ഒരു അവബോധം. സേഫ്റ്റി അവയർനെസ്. സേഫ്റ്റി അവയർനെസ് നോക്കിയേ, നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. ലാബ്, നഴ്സിംഗ് ഫ്ലോർ, laundry and kitchen demand special instruction and broad safety rules. Okay, സേഫ്റ്റി അവയർനെസ്, സുരക്ഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവബോധം, അവയർനെസ്. അപ്പൊ നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നേ? നമുക്ക് എന്ത് ജോലിയാണ്? അവിടെ ആ വർക്കുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അപകട സാധ്യതകൾ ഉണ്ടാകാം എന്ന് നമ്മൾക്കൊരു നോളജ് വേണ്ടേ? എങ്കിലല്ലേ നമ്മൾ അത് ശ്രദ്ധിക്കുള്ളൂ. ഞാൻ ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യാണ്, ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇന്ന ഒരു അപകടങ്ങൾ നമുക്ക് വരാം, ഈ അപകട സാധ്യതകൾ ഉണ്ട്. അപ്പൊ അത് ഞാൻ മുൻകൂട്ടി കണ്ടാലാണ് എനിക്ക് അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. അത് വേണ്ടേ? നമുക്ക് എന്താ പറയാ, ഒരു ജോലി കയറി നമ്മൾ എന്ത് ജോലിയും ചെയ്യാം, അല്ലെങ്കിൽ ജോലിനെ കുറിച്ച് ഒരു ബോധം ഇല്ലാതെ, അല്ലെങ്കിൽ അവളുടെ എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാവാം എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിവും കൂടി നമുക്ക് വേണ്ടേ? ഒരു നോളജ് വേണ്ടേ നമുക്ക്? The knowledge of work related risk is necessary. നമ്മുടെ ഏത് ജോലിയും ആവട്ടെ, അത് ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്നുള്ള ഒരു നോളജ് അത്യാവശ്യമാണ്. നോളജ് ഓഫ് വർക്ക് റിലേറ്റഡ് റിസ്ക് ഈസ് നെസസറി. ജോലിയുമായി ബന്ധപ്പെട്ടുള്ള നോളജ്, അറിവ് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ലാബിൽ വർക്ക് ചെയ്യുന്നവര്, നേഴ്സിംഗ് ഫ്ലോർ, ഓരോ ഫ്ലോറിലും വർക്ക് ചെയ്യുന്നവര്, ലോണ്ട്രി നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. ലോണ്ട്രി ആൻഡ് ലിനൻ എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പഠിക്കാണ്ട് നമ്മുടെ അലക്കലും കഴുകലും അതൊക്കെ വരുന്ന കേട്ടോ. ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോ പേഷ്യൻസിന് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള തുണികളൊക്കെ അലക്കി കൊടുക്കൂലേ? ബെഡ്ഷീറ്റ്, അതൊക്കെ
അങ്ങനെയുള്ള ഒരു സർവീസ് നൽകുന്നതാണ് ലോണ്ടറി. അവിടെ ആൻഡ് കിച്ചണിലും ഒക്കെ എന്ത് സംഭവിക്കാം? ഡിമാൻഡ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആൻഡ് റോഡ് സേഫ്റ്റി റൂൾസ്. അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? ആ സേഫ്റ്റി റൂൾസുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം, പ്രത്യേക നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഓരോ ഇപ്പൊ ലാബില് വർക്ക് ചെയ്യുന്നവർക്ക് എന്താ നമ്മൾ എന്താ സേഫ്റ്റി റൂൾസ് അവര് എന്ത് ചെയ്യണം? വെറുതെ നിൽക്കാൻ പറ്റില്ല അല്ലെ. അവർക്ക് അതിൻ്റെതായ ഓരോ ഇത് ചെയ്യുമ്പോൾ ഗ്ലൗസ് ചിലപ്പോൾ ധരിക്കേണ്ടി വരാം, മാസ്കുകൾ ധരിക്കേണ്ടി വരാം, PPE ധരിക്കേണ്ടി വരാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എന്താ പറയാ, ഇപ്പൊ ലോണ്ടറിയിലാണെങ്കിലും അവരൊക്കെ അഴുക്കുള്ള തുണികളൊക്കെ ഇല്ല എടുക്കുന്നേ അല്ലെ. സോയിൽഡ് ആയിട്ടുള്ള മലിനമായ തുണികളൊക്കെ എടുത്ത് വാഷ് ചെയ്യണം. അതിനകത്ത് ചിലപ്പോൾ മൈക്രോബ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് ഡയറക്റ്റ് ആ തുണി എടുത്തോണ്ട് പോകാൻ പാടുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അവര് കയ്യിൽ ഗ്ലൗസ് ഒക്കെ ധരിക്കണ്ടേ. അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഈ സ്ഥലങ്ങളിൽ എല്ലായിടത്തും എന്ത് വേണം? സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, സ്പെഷ്യൽ ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കണം. പ്രത്യേക നിർദ്ദേശങ്ങളും വിശാലമായിട്ടുള്ള ഒരു സുരക്ഷാ നിയമങ്ങളും, റോഡ് സേഫ്റ്റി റൂൾസ്, വിശാലമായിട്ടുള്ള ആ റൂൾസ് അല്ലെ, നിയമങ്ങളും ആവശ്യമാണ്. Employees should develop a safe attitude and a safe behavior. Underline ചെയ്തോട്ടോ. The employees should develop a safe attitude and a safe behavior. ഇനി employees എന്ത് ഡെവലപ്പ് ചെയ്യണം? സേഫ് ആറ്റിറ്റ്യൂഡ്, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു മനോഭാവം, ആൻഡ് സേഫ് ബിഹേവിയർ, ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്വഭാവവും ബിഹേവിയറും എംപ്ലോയീസ് ഡെവലപ്പ് ചെയ്യണം. നമ്മൾ ചിലര് പറയൂലേ, ചിലർക്ക് എന്താ പറയാ, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല, അല്ലെങ്കിൽ അവര് ഭയങ്കര തിക്കും തിരക്കൊക്കെ പിടിച്ച് അല്ലെ, ശ്രദ്ധയില്ലാതെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതൽ അപകടങ്ങൾ നമുക്ക് വന്നേ അല്ലേ. ചിലരങ്ങനെയല്ലേ, ഒരു എന്താ പറയാ ഭയങ്കര തിക്കും തിരക്കും ഒക്കെ പിടിച്ച് ശ്രദ്ധിക്കാതെയൊക്കെയാണ് നമ്മൾ പല അപകടങ്ങളൊക്കെ അപകടങ്ങളിലേക്കൊക്കെ ചെല്ലുന്നത്. അപ്പൊ അവിടുത്തെ എംപ്ലോയീസ് തൊഴിലാളികൾ, സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഒരു സേഫ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മനോഭാവം, അത് സേഫ് ബിഹേവിയർ, സേഫ് ആയിട്ടുള്ള ഒരു ബിഹേവിയറും ഡെവലപ്പ് ചെയ്യണം. Then the causative factor for the most accidents are more human than environment. മിക്ക ആക്സിഡന്റിന് കാരണമാകുന്ന ഫാക്ടർ ഏതാണ്? എൻവയോൺമെന്റിനേക്കാൾ, നമ്മുടെ പരിസ്ഥിതിയേക്കാൾ ആരാണ് കാരണം? കാരണം ഹ്യൂമൻ, മനുഷ്യര് മൂലം തന്നെയല്ലേ. അവരുടെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ പല ആക്സിഡന്റ്സും അപകടങ്ങളും ഉണ്ടാകുന്നത്. ആണോ? ശരിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലെ. നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. ഓരോ ദിവസവും നമ്മൾ എന്തോരം പേപ്പറൊക്കെ എടുത്ത് നോക്കിയാ, അല്ലെങ്കിൽ ന്യൂസൊക്കെ കേട്ട് നോക്കിയാൽ എന്തൊക്കെ അപകടങ്ങളാ വരുന്നേ അല്ലെ. അതൊക്കെ എന്താ? അത് ആ പരിസ്ഥിതി മൂലമല്ല മിക്ക അപകടങ്ങൾക്കും കാരണം ആളുകളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്. അതാണ് പറഞ്ഞേക്കുന്നത്. പോസിറ്റീവ് ഫാക്ടർ ഓഫ് മോസ്റ്റ് ആക്സിഡന്റ്സ് ആർ മോർ ഹ്യൂമൻ. ഇതാണ് ആരാണ് കാരണം? ഹ്യൂമൻ ആണ്, മനുഷ്യര് മൂലമാണ്. ആരെക്കാളും ദാൻ എൻവയോൺമെന്റ്, പരിസ്ഥിതിയെക്കാളും മിക്ക ആക്സിഡന്റിനും കാരണം ആര് തന്നെയാണ്? മനുഷ്യര് തന്നെയാണ്. ക്ലിയർ ആയോ ആ സെന്റൻസ്? അത് ഒന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ. The positive factor for most accidents are more human. ആരെക്കാളും ദാൻ എൻവയോൺമെന്റ്. ക്ലിയർ ആണല്ലോ? ഇല്ലേ അവിടെ? അതൊരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും പോയോ? അത് ബോറടിക്കണ്ടോ? ഞങ്ങൾക്ക് ഇതേ കണ്ടിന്യൂസ് ക്ലാസ് ആണ്. ഇത് കഴിഞ്ഞ അടുത്ത ക്ലാസ്, അത് കഴിഞ്ഞ നെക്സ്റ്റ് ക്ലാസ്. ഞങ്ങൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? നിങ്ങളും കൂടി റെസ്പോണ്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ നമുക്ക് എടുക്കാനും ആ ഒരു ഇതുണ്ടാവുള്ളൂ. അത് ക്ലാസ് ഇഷ്ടാവല്ലേ, മനസ്സിലാവല്ലേ? അതുകൊണ്ടാണോ? അതാദ്യം ചോദിക്കട്ടെ. എന്തേ മറുപടി വന്നില്ല? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഓക്കെ. എന്താ പറഞ്ഞേക്കുന്നത്? മിക്ക ആക്സിഡന്റിനും കാരണമാകുന്ന ഫാക്ടേഴ്സ് ആരാന്ന് പറഞ്ഞ ഹ്യൂമൻ ആണ്. നമുക്ക് ആലോചിച്ചറിയാം അല്ലെ. മനുഷ്യരുടെ ഒരു അശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെയാണ് മിക്ക അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നത്, നമ്മുടെ ഒരു എൻവയോൺമെന്റിനേക്കാളും. ഇനി നോക്കിയേ, ഇനി എല്ലാം നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്താട്ടെ പഠിക്കണേ, എളുപ്പമാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ്സുകൾ തന്നെയല്ലേ.
അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, ബൈഹാർട്ട് ചെയ്യണ്ട. അവിടെ നിങ്ങളോട് ചോദിക്കും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ജനറൽ സേഫ്റ്റി റൂൾസ്. കിട്ടിയോ? ക്വസ്റ്റ്യൻ കിട്ടിയോ? ജനറൽ സേഫ്റ്റി റൂൾസിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഏതല്ല, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതല്ല. ഇങ്ങനെയാണ് കേട്ടോ. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ പഠിക്കാണ്ട് ജനറൽ സേഫ്റ്റി റൂൾസ് ആണ് നമ്മൾ പറയുന്നത്. പൊതുവായിട്ടുള്ള സുരക്ഷാ നിയമങ്ങളാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ജനറൽ സേഫ്റ്റി റൂൾസ്. അപ്പൊ അത് പോയിന്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്, ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇനി നോക്കിയേ, ഫസ്റ്റ് എന്താണ് ജനറൽ സേഫ്റ്റി റൂൾസ്? അതിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, റൈറ്റ് വേ ടു ഡു എ ജോബ് ഇൻ ദ ഹോസ്പിറ്റൽ ഈസ് ദ സേഫ് വേ. ഒന്നാമത്തെ കാര്യം എന്താ ജനറൽ സേഫ്റ്റിയിൽ പറയുന്നത്? റൈറ്റ് വേ, ശരിയായ മാർഗത്തിൽ ജോലി ചെയ്യണം. ടു ഡു എ ജോബ്, എങ്ങനെ ജോലി ചെയ്യണം? റൈറ്റ് വേ, ശരിയായ മാർഗത്തിൽ ചെയ്യണം. എവിടെ? ഹോസ്പിറ്റലില്. ഇൻ ദ സേഫ് വേ, അതും എങ്ങനെയാ? സുരക്ഷിതമായ മാർഗത്തിലൂടെ, ശരിയായ മാർഗത്തിലൂടെ ജോലി ചെയ്യണം. ചിലരൊക്കെ ഉണ്ട്, മടിയന്മാരുണ്ട് അല്ലെ, അവരെന്താ പറയാ, വളഞ്ഞ വഴി നോക്കും ഇല്ലേ, പെട്ടെന്ന് തീരാൻ പാകത്തിനോ അല്ല വളഞ്ഞ വഴിയൊക്കെ നോക്കും. അങ്ങനെ വരുമ്പോഴാ നമുക്ക് ഈ അപകടങ്ങൾ വരുന്നേ. ശരിയല്ലേ? നമ്മൾ ശരിയായ രീതിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അപകടവും വരൂല. നമ്മൾ വളഞ്ഞ വഴിക്ക് പോകുമ്പോഴല്ലേ അപകടം വരുന്നത്. അപ്പൊ എങ്ങനെ ജോലി ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? റൈറ്റ് വേ ടു ഡു ജോബ് അല്ലെ, റൈറ്റ് വേ, ശരിയായ മാർഗത്തില് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണം. ഈസ് ദ സേഫ് വേ, സുരക്ഷിതമായിട്ടുള്ള വഴിയിലൂടെ ശരിയായ മാർഗത്തിലൂടെ തന്നെ ജോലി ചെയ്യണം. വളഞ്ഞ വഴി പ്രയോഗിക്കാൻ പാടില്ല. ഓക്കെ, അടുത്ത് നോക്കിയേ, നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി. നമ്മുടെ ജോലി എന്താണ് അത് നമ്മൾ അബ്സല്യൂട്ട് ആയിട്ട് നമ്മൾ അറിയണം. വേണ്ടേ? എനിക്കിപ്പോ ഏത് പോസ്റ്റാ കിട്ടിയേക്കണേ, ആ പോസ്റ്റ് ഞാൻ അറിയണം. ഞാൻ എന്താ അവിടെ ചെയ്യേണ്ടത്, എന്റെ ജോലി എന്താണെന്ന് ഞാൻ കൃത്യമായിട്ട് മനസ്സിലാക്കിയാലാണ് അതിന് ഒരു എന്താ അപകടമൊന്നും പറ്റാതെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് എങ്കിലും നിശ്ചിതമായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്ത് ജോലി അവിടെ തന്നേക്കണേ അത് ഞാൻ ആദ്യം മനസ്സിലാക്കണം. ആ ജോലി എന്താ, എങ്ങനെയാ ചെയ്യണ്ടേ, അവിടെ ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് ജോലി നമ്മള് അബ്സല്യൂട്ട് ആയിട്ട് നമ്മൾ അറിയണം. ക്ലിയർ ആയോ? നോ യുവർ ജോബ് അബ്സല്യൂട്ട്ലി, നമ്മുടെ ജോലി എന്താണെന്ന് നമ്മൾ അറിയാം. അപ്പൊ കറക്റ്റ് ആയിട്ട് അറിയുകയാണെങ്കിൽ നമുക്ക് അപകടം പറ്റൂല. ശരിയല്ലേ? നമ്മുടെ ജോലി നമുക്ക് ചിലപ്പോ അറിയില്ലാതെയൊക്കെ ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് അപകടങ്ങളൊക്കെ പറ്റുന്നേ അല്ലെ? അങ്ങനെയല്ലേ അപകടങ്ങൾ നമുക്ക് പറ്റുന്നത്? എന്താ, നമുക്ക് അറിയാത്ത കാര്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും അറിയില്ലാതെ ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ജോലി എന്താണോ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് അപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും. മൂന്നാമത്തെ നോക്കിയേ, when there is doubt. ഇനി എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ഡു നോട്ട് ഇൻഡൾജ്. ഇൻഡൾജ് എന്ന് പറഞ്ഞാൽ വഴങ്ങുക. ഇൻഡൾജ്, INDULGE, വഴങ്ങുക. ഇൻ ഗസ് വർക്ക്, എന്ത് ചെയ്യാൻ പാടില്ല? ഗസ് വർക്ക്, ഊഹിച്ച് ചെയ്യാൻ പാടില്ല. ചില ആൾക്കാരെ അങ്ങനെ ചെയ്യൂലേ, ശരിക്കും അറിയാൻ പാടില്ല, പക്ഷെ ഇത് ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് അവർ ഊഹിച്ച് ജോലി ചെയ്യും. അങ്ങനെ വരുമ്പോഴേ അപകടം പറ്റൂലേ? ഗസ് വർക്ക് ചെയ്യരുത്. കൃത്യമായിട്ട് നമ്മളത് മനസ്സിലാവണം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഊഹിച്ച് ജോലി ചെയ്യരുത്, അതിന് വഴങ്ങരുത്. പക്ഷെ പകരം എന്ത് ചെയ്യണം? ആസ്ക് ദ സൂപ്പർവൈസർ. നമ്മള് സൂപ്പർവൈസറിനോട്, നമ്മുടെ സൂപ്പർവൈസർ ഉണ്ടാവുമല്ലോ, സാറേ എനിക്കിതൊന്നും മനസ്സിലായില്ല, ഇത് എങ്ങനെയാ ചെയ്യേണ്ടത്, എനിക്കിതിനൊരു ഡൗട്ട് ഉണ്ട്, എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ച് ആ സൂപ്പർവൈസറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ജോലി കണ്ടിന്യൂ ചെയ്യാമോളൂ, അല്ലാതെ ഗസ് വർക്ക് ചെയ്യരുത്. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ പോയിന്റ്, whenever there is doubt, do not indulge in guesswork, ask the supervisor. സൂപ്പർവൈസറിനോട് ചോദിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോ നമുക്ക് നെക്സ്റ്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആരോട് ചോദിക്കണം? when there is a doubt, ask the supervisor. സൂപ്പർവൈസറിനോട് ചോദിക്കണം, നമ്മുടെ സുപ്പീരിയർ സൂപ്പർവൈസറിനോട് ചോദിക്കണം. നെക്സ്റ്റ് നോക്കിയ നാലാമത്തെ പോയിന്റ്, നെവർ ഹാൻഡിൽ ഓർ ഓപ്പറേറ്റ് മിഷനറി ടൂൾസ് എക്യുപ്മെന്റ്സ് വിത്തൗട്ട് ഓതറൈസേഷൻ. കണ്ടോ? അടുത്ത നെവർ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല,
ഓർ ഓപ്പറേറ്റ്. ഓപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രവർത്തിക്കുക അല്ലെ, പ്രവർത്തിപ്പിക്കുക. നമ്മള് അത് കൈകാര്യം ചെയ്യാനോ ആ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനോ പാടില്ല. എങ്ങനെ? വിത്തൗട്ട് ഓതറൈസേഷൻ, അനുമതിയില്ലാതെ അല്ലെ. ഓരോരുത്തർക്കും ഓരോ ജോലി പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്മൾക്ക് അത് ഹാൻഡിൽ ചെയ്യാനോ അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാനോ നമുക്ക് ആ ഒരു മെഷീൻ പ്രവർത്തിക്കാനുള്ള അനുമതി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അത് ചെയ്താൽ മതി. അപ്പൊ നമ്മൾക്ക് അത് അറിയാവുന്ന കൊണ്ടാണല്ലോ നമുക്ക് അതിന് ഓതറൈസേഷന്റെ പെർമിഷൻ വേണമല്ലോ. അനുമതി ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പൊ വേറെ ആർക്കണെങ്കിൽ എനിക്കറിയാം നന്നാക്കാൻ, ഞാൻ നന്നാക്കാന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അറിയില്ലായിരിക്കും, നമ്മൾ ചിലപ്പോ വേണമെങ്കിൽ അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് വല്ല അപകടം പറ്റാം അല്ലേ. അതായത് ഓതറൈസേഷൻ, അനുമതി കൂടാതെ നമ്മൾ മിഷനറി ടൂൾസുകൾ കൈകാര്യം ചെയ്യാനോ അത് പ്രവർത്തിപ്പിക്കാനോ പാടില്ല. ക്ലിയർ ആണല്ലേ? 4ാമത്തെ പോയിന്റ്. ഓക്കെ, അടുത്ത് നോക്കിയേ, ബി വിജിലന്റ്. നമ്മൾ എങ്ങനെയായിരിക്കണം? വിജിലന്റ് ആയിരിക്കണം. ആൻഡ് ഒബ്സർവ് ഇഗർലി. നമ്മൾ എങ്ങനെ വിജിലന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കണം എന്ന്. നമ്മൾ നല്ല ശ്രദ്ധിച്ച് നമ്മൾ ജാഗ്രതയോടുകൂടി ഇരിക്കണം. ആൻഡ് ഒബ്സർവ് ഇഗർലി, നമ്മളെന്താ? ആകാംക്ഷയോടുകൂടി നമ്മൾ നിരീക്ഷിക്കണം. അയ്യോ എന്തെങ്കിലും നമുക്കൊരു ജാഗ്രത, അയ്യോ ഇങ്ങനെ പറ്റിയാലേ അങ്ങനെ വരാം എന്നൊക്കെ നമ്മൾ ജാഗ്രതയായിട്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ പറയാ, അപകടമൊക്കെ പറ്റുമെന്ന് നമ്മൾ ജാഗ്രതരായിട്ട് നമ്മൾ കുറച്ചുകൂടി നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് അത്രയും അപകടം പറ്റൂല അല്ലേ. ശ്രദ്ധയില്ലാതെയൊക്കെ ഇരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ അപകടങ്ങൾ പറ്റുന്നത്. നമ്മൾ എപ്പോഴും വിജിലന്റ് ആയിരിക്കുക. ആൻഡ് ഒബ്സർവ് ഇഗർലി. ഇഗർലി എന്ന് വെച്ചാൽ ആകാംക്ഷയോടുകൂടി നമ്മള് കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക. അടുത്ത് നോക്കിയേ, റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി. എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം? ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്, എന്തെങ്കിലും തെറ്റായിട്ട് പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സ് ഇല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കേടായ എക്യുപ്മെന്റ്സ്, ഫോൾട്ട് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. നാളെ ശരിയാക്കാം, അല്ലെങ്കിൽ നാളെ പറയാം, മതിയോ? നമ്മുടെ അതിന് വേണ്ടപ്പെട്ട ആളുകളോട് പറയണത്, വിഷയം അവിടെ ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് കേടാണ് എന്ന് പറഞ്ഞാൽ ഒപ്പം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അത് നാളത്തേക്ക് ആവട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെങ്കിലും ഒക്കെ വന്ന് അറിയാതെ ആരെങ്കിലും ചെയ്യുമ്പോൾ അവർക്ക് അപകടം വരാൻ പറ്റൂലേ. നമ്മളൊരു എന്തെങ്കിലും ആ എക്യുപ്മെന്റ്സിന്റെ ഫോൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനടി അത് റിപ്പോർട്ട് ചെയ്യണം. നാളത്തേക്കൊക്കെ ആവരുത്. അങ്ങനെ മാറ്റി വെക്കുമ്പോഴൊക്കെ വീണ്ടും ആരെങ്കിലൊക്കെ അറിയാതെയൊക്കെ വന്ന് പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അപകടങ്ങൾ പറ്റാം അല്ലെ. അല്ലെങ്കിൽ തെറ്റായത് കൊണ്ട് വീണ്ടും പ്രവർത്തിപ്പിക്കാൻ പാടില്ല, അപ്പോഴും അപകടം പറ്റും അല്ലെ. വല്ല സ്ക്രൂവോ ഇതൊക്കെ അഴിഞ്ഞു പോയി, ചിലപ്പോൾ അഴിഞ്ഞു എടുത്തായിരിക്കും, ലൂസായിരിക്കും. അതുകൊണ്ട് തന്നെ പ്രവർത്തിപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കത് അപകടം പറ്റാം അല്ലെ. അതിപ്പോ അങ്ങനെ എന്തെങ്കിലും ഫോൾട്ട് കാണുകയാണെങ്കിൽ ഉടനടി തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അത് അവര് ശരിയാക്കും അല്ലെ. അതിനുശേഷം പ്രവർത്തിച്ചാൽ മതി. അപ്പൊ നമുക്ക് അപകടങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റൂലേ അല്ലേ. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്. എന്തെങ്കിലും എക്യുപ്മെന്റ്സുകൾ തെറ്റാണ്, അല്ലെങ്കിൽ അത് മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യുക. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കിയേ, അൺസേഫ് കണ്ടീഷൻ ഓർ ആക്ട് ഡിഫക്റ്റീവ് ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സ്. അപ്പൊ അത് അത് രണ്ടും കൂടി ഒറ്റ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അതും റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് അവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പൊ അത് കോമ ഇട്ട് കൊടുത്താലും മതി. റിപ്പോർട്ട് ഇൻസ്റ്റന്റ്ലി എനി ഫോൾട്ടി എക്യുപ്മെന്റ്സ്, അൺസേഫ് കണ്ടീഷൻ. കണ്ടോ, സുരക്ഷിതമല്ലാത്ത കണ്ടീഷൻസ്, എന്തെങ്കിലും സുരക്ഷിതമല്ലാത്ത സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ, ഓർ ആക്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളോ, ഓർ ഡിഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ, തെറ്റായി പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സ് കണ്ടാൽ, ഓർ ബ്രോക്കൺ എക്യുപ്മെന്റ്സ് പൊട്ടിപ്പോയ എക്യുപ്മെന്റ്സുകൾ, എന്തെങ്കിലും പൊട്ടിയിരിക്കുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ അതെല്ലാം ചേർത്താ 2 പോയിന്റ് ആയിട്ട് തന്നേക്കണേ. ടെക്സ്റ്റിൽ അങ്ങനെയല്ലേ, അത് രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. ഇങ്ങനെയുള്ളതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യണം. ഫോൾട്ടായ എക്യുപ്മെന്റ്സ് കണ്ടാൽ, അൺസേഫ് സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ, തെറ്റായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പൊട്ടിപ്പോയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി തന്നെ റിപ്പോർട്ട് ചെയ്യണം. അടുത്ത് നോക്കിയേ, ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഓഫ് യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. അത് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, അത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഓഫ് യുവർ വർക്ക്. നമ്മള് ഫിസിക്കലി
നമ്മുടെ ശാരീരികമായിട്ടും ഇമോഷണലി മാനസികമായിട്ടൊക്കെ നമ്മുടെ വർക്കിൽ ഫിറ്റ് ആവണമെങ്കിൽ എന്ത് വേണം? ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നമ്മൾ നല്ലൊരു ആരോഗ്യം വേണ്ടേ നമുക്ക്? അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡയറ്റ് വേണ്ടേ? ഭക്ഷണക്രമമൊക്കെ വേണ്ടേ നമുക്ക് നമ്മൾ ഫിറ്റ് ആവണമെങ്കിൽ? ഇപ്പൊ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിച്ചില്ല, ഞാനൊന്നും കഴിക്കാതെ വന്നേ. ഞാൻ ഫസ്റ്റ് ക്ലാസ് 1 മണിക്കൂർ കഴിഞ്ഞു, 2ാമത്തെ ക്ലാസ്സിലാണ് ഞാനിപ്പോ കയറിയത്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിൽ എന്റെ എനർജി ഞാൻ എടുത്ത് തീർത്തു, 2ാമത്തെ ക്ലാസ് ആയിട്ട് എനിക്ക് പറ്റണല്ലോ. അപ്പൊ മര്യാദയ്ക്ക് ക്ലാസ് എടുക്കാൻ പറ്റോ? ഞാനിവിടെ ആടി തൂങ്ങിയിരിക്കും അല്ലേ? ഞാൻ എന്താ പറയാ, എനിക്ക് നല്ലൊരു ഹെൽത്ത് ഇല്ലെങ്കിൽ, എനിക്ക് നല്ലൊരു ആരോഗ്യം ഇല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വർക്ക് ചെയ്യണതിനായിട്ട് നമ്മൾ നല്ല ഫുഡൊക്കെ കഴിക്കണം, നമ്മൾ ഹെൽത്തി ആയിരിക്കണം. നമ്മൾ ഹെൽത്തി ആണെങ്കിൽ മാത്രം നമുക്ക് എന്താ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുള്ളൂ. ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആവണം. അതെങ്ങനെ വേണം? നമ്മുടെ ഗുഡ് ഹെൽത്ത് പ്രോപ്പർ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്. അതുപോലെ ഇമോഷണലി നമ്മൾ ഫിറ്റ് ആവണ്ടേ? വേണ്ടേ? നമ്മുടെ ഇമോഷൻസ്, ഞാൻ വീട്ടിലെന്തെങ്കിലും വഴക്കായിട്ടാണ് വന്നത്, ഹസ്ബൻഡുമായിട്ട് എന്തെങ്കിലും വഴക്ക് കൂടിയിട്ടാ വന്നേ, അത് നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ പറ്റുമോ? എനിക്ക് കാണിക്കാൻ പറ്റുമോ? ആ ദേഷ്യം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ആകുമ്പോ അങ്ങനെയൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ ഫിസിക്കലി ഇമോഷണലി ഫിറ്റ് ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഫിറ്റ് ഓഫ് യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. നല്ല ഹെൽത്ത് അല്ലെ, അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ക്ലിയർ ആവുന്നുണ്ടോ? പറയണേ. അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ടു ബി ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഫിറ്റ് ഓഫ് യുവർ വർക്ക് ബൈ മെയിൻറ്റെയിനിങ് ഡാഷ്. എന്താണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. ക്ലിയർ അല്ലേ? അടുത്ത നോക്കിയാൽ റിഫൈൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ട് നിൽക്കണം. റിഫൈൻ എന്ന് വെച്ചാൽ വിട്ട് നിൽക്കുക. എഴുതി വെച്ചോട്ടെ മീനിങ്. ടെക്സ്റ്റിൽ കുഞ്ഞിതായിട്ടൊന്ന് എഴുതി വെച്ചാൽ അറിയില്ലാത്തവര് വിട്ട് നിൽക്കുക. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് വിട്ട് നിൽക്കണം. നമ്മള് കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ട് വന്ന് ജോലിക്ക് ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ? നേരെ നിൽക്കുമോ? തല സ്മോൾ അടിച്ചിട്ടൊക്കെ വന്നിട്ട് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് പറ്റുമോ? അപ്പൊ നമ്മളെന്താ അങ്ങനെയൊക്കെ നമ്മളൊരു ബോധം ഇല്ലാത്ത രീതിയിലൊക്കെ നമ്മൾ ജോലിക്ക് വരുമ്പോഴാണ് നമുക്ക് അപകടം വരുന്നത്. ഇപ്പൊ ഡ്രൈവറാണ്, നമ്മൾ കഴിച്ചോണ്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാല് നമുക്ക് അപകടം പറ്റൂലേ? പറ്റോ ഇല്ലയോ? പറ്റും അല്ലേ പ്രീതി? പറ്റും, നമുക്ക് അപകടം പറ്റും. അപ്പൊ നമ്മൾ എന്ത് ജോലിക്കാ ചെയ്യണേ? നമ്മൾ ആൽക്കഹോൾസ് ഒന്നും കഴിക്കാൻ പാടില്ല, ഡ്രിങ്ക്സ് ഒന്നും കഴിക്കാൻ പാടില്ല, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. അതൊക്കെ കഴിച്ചു വന്നാൽ ചിലപ്പോ നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല അല്ലേ സമീറേ? നമുക്ക് ഓർമ്മയൊന്നും ഉണ്ടാവില്ല. എന്താ ജോലി ചെയ്യണ്ടേ, ഞാൻ എന്താ ചെയ്യണ്ടേന്ന് നമുക്ക് സ്വബോധം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ നമ്മള് മോളെ കടിച്ചിട്ട് വന്ന് ജോലിയൊക്കെ ചെയ്യുമ്പോ നമുക്ക് അപകടം പറ്റാം. അതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. റിഫ്രൈൻ ഫ്രം ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. ആൽക്കഹോളിക് ഡ്രിങ്ക്സിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അടുത്ത നോക്കിയ പേഴ്സണൽ ഹൈജീൻ ഈസ് ഇമ്പോർട്ടന്റ്. വ്യക്തി ശുചിത്വം വളരെയധികം പ്രാധാന്യമുണ്ട്. പേഴ്സണൽ ഹൈജീൻ. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. പേഴ്സണൽ ഹൈജീനിൽ വരുന്ന കേട്ടോ. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. പേഴ്സണൽ ഹൈജീൻ നമ്മൾ പഠിച്ചില്ലേ? ഹൈജീനിക് കാര്യങ്ങള്. നമുക്ക് വ്യക്തി ശുചിത്വം വേണ്ടേ? നമ്മുടെ കൈയൊക്കെ വളരെ നീറ്റായിട്ട് അല്ലെ, പ്രോപ്പർ ആയിട്ട് തന്നെ വാഷ് ചെയ്യുക. നമ്മള് പേഴ്സണലി നമുക്ക് വ്യക്തിപരമായിട്ടൊരു ശുചിത്വം ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് അത് നമ്മൾ ചെയ്യുന്നതിൽ കോൺഫിഡൻസ് ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ എന്തായാലും ഇതും നമ്മൾ പേഴ്സണൽ ഹൈജീനും ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അത് നോക്കണം. വാഷ് യുവർ ഹാൻഡ്സ് ഫ്രീക്വന്റ്ലി. അടുത്ത നോക്കിയേ, റിപ്പോർട്ട് ടു ദ ഡോക്ടർ whenever you are ill with the infection instantly and stay at home. എന്ത് ചെയ്യണം? റിപ്പോർട്ട് ടു ദ ഡോക്ടർ. ഡോക്ടറിനോട് റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. എപ്പോഴാ? when you are ill. നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വരികയാണ്, വിത്ത് ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഡോക്ടറിനെ നമ്മൾ കാണണം. ഡോക്ടറിനെ കണ്ടിട്ട് നമുക്ക് വീട്ടിൽ വിശ്രമിക്കേണ്ടതാണെങ്കിൽ സ്റ്റേ പറയുകയാണെങ്കിൽ സ്റ്റേ ആക്കുക. നമ്മൾ വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കണം. അത് മാറിയതിനു ശേഷം നമുക്ക് ജോലിയിലേക്ക് വന്നാൽ മതി അല്ലെ? നമുക്ക് വയ്യാതെയൊക്കെ ഇരിക്കുമ്പോഴേ നമ്മൾ ജോലിയിലേക്ക് വന്നാൽ നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റൂല. അപ്പൊ വേണമെങ്കിലും നമുക്ക് പല അപകടങ്ങൾ വരാൻ പറ്റൂലേ അല്ലേ? അതുകൊണ്ടപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നാൽ ഡോക്ടറിനെ ഉടനടി റിപ്പോർട്ട് ചെയ്യാതെ ഡോക്ടറിനെ ഉടനടി കാണുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ എന്താ സ്റ്റേ ചെയ്യുക. എന്നിട്ട് നമ്മുടെ അസുഖമൊക്കെ മാറിയതിനു ശേഷം മാത്രം ജോലിയിലേക്ക് പ്രവേശിക്കുക.
ക്ലിയർ ആണല്ലോ അല്ലെ ആ പോയിന്റ്? അടുത്ത നോക്കിയേ, ഏതെങ്കിലും പോയിന്റ്സ് ക്ലിയർ അല്ലാത്ത ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണോ കേട്ടോ. അടുത്ത ഈ പോയിന്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ വായിച്ച് പറഞ്ഞു പോകുന്നത്. അടുത്ത നോക്കിയേ, കോപ്പറേറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി ബൈ ഒബ്സർവിംഗ് പ്രൊസീജിയർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. കണ്ടോ, കോപ്പറേറ്റ് ചെയ്യുക. കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിക്കുക. ആരുമായിട്ട് സഹകരിക്കണം? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി. എന്താണ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി? ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കമ്മിറ്റി ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക, സഹകരിക്കുക. അതെങ്ങനെ വേണം? ബൈ ഒബ്സർവിംഗ് പ്രൊസീജിയർ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ്. അതായത് ഇതിനകം നേരത്തെ സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? നേരത്തെ അവിടെ കമ്മിറ്റിയിൽ ഇപ്പൊ ഒരു പ്രശ്നം വന്നു, അവിടെ അന്ന് അവരെന്താണ് അവർ ചെയ്തത് അല്ലെ? എന്തൊക്കെ നടപടിയാണ് അവിടെ എടുത്തത്? അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഇതിനകം നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ നിരീക്ഷിച്ചു കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. Cooperate with the hospital infection control committee by observing procedure already established. Clear അല്ലേ? ഇതും സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ് കേട്ടോ. ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്നതാണ്. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. അത്രയൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. എന്തെങ്കിലും ആ പോയിന്റ്സ് എടുത്തായിരിക്കും നമുക്ക് ഇൻക്ലൂഡഡ് ആണോ ഇൻക്ലൂഡഡ് അല്ലയോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അത്രയും കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാലോ. അടുത്ത നോക്കിയേ, വിയർ പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ് ഫോർ യുവർ ജോബ്, നൈദർ ടു ടൈറ്റ് നോട്ട് ടു ലൂസ്. അത്രയും ഫുൾ സ്റ്റോപ്പ് ആട്ടോ. നെക്സ്റ്റ് സെന്റൻസ് ആണ് അതെ. എന്ത് ചെയ്യണം? വിയർ. വിയർ എന്ന് വെച്ചാൽ ധരിക്കുക. വിയർ ധരിക്കുക. എന്ത് ധരിക്കണം? പ്രോപ്പർ യൂണിഫോം ആൻഡ് ക്ലോത്തിങ്. പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ധരിക്കണം, അതുപോലെ തന്നെ ഡ്രസ്സുകൾ ധരിക്കണം. നമ്മുടെ ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ളത്, നമ്മുടെ ഈ ജോലിക്ക് അനുയോജ്യമായിട്ടുള്ള യൂണിഫോമും ക്ലോത്തിങ്ങും ധരിക്കണം. നൈദർ ടു ടൈറ്റ് നോട്ട് ടു ലൂസ്. അല്ലെ? അധികം ടൈറ്റ് ആവണം. നല്ല ടൈറ്റ് ആയിട്ട് വെച്ചാൽ നമ്മള് കംഫർട്ട് ആണോ അതില്? നമ്മുടെ ഒരു യൂണിഫോം, നമ്മുടെ യൂണിഫോമാണ് ഭയങ്കര ടൈറ്റാ, നമുക്ക് പാകത്തിന് ചെയ്യാൻ പറ്റൂല അല്ലെ? നമ്മളതിൽ കോൺഫിഡൻസ് അല്ല, കംഫർട്ട് അല്ല നമ്മള്. പിന്നെ കുറെ ലൂസായി കിടന്നാലോ അതും ശരിയല്ല അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേക്കണേ? നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള യൂണിഫോം ധരിക്കണം, അതുപോലെ ക്ലോത്തിങ് ധരിക്കണം. നമ്മുടെ ജോലി എന്താണോ, ഇപ്പൊ ഞങ്ങൾക്ക് തന്നേക്കുന്നതാണ് ഈ കോട്ട് അല്ലെ? ഇവിടെ നിങ്ങൾക്ക് അവിടെ നമ്മള് എല്ലാ ടീച്ചേഴ്സും ഇടുന്നതാണ് കോട്ട്, ഇവിടുത്തെ യൂണിഫോം ആണത് അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ളത് നമ്മൾ ധരിക്കണം. നമ്മുടെ ജോലിക്ക് എന്താണോ ആ ജോലിക്ക് ഫിറ്റ് ആയിട്ടുള്ളത്. അധികം ടൈറ്റ് ആവാൻ പാടില്ല, അധികം ലൂസ് ആവാൻ പാടില്ല. അങ്ങനെയുള്ള യൂണിഫോംസ്, പ്രോപ്പർ യൂണിഫോംസും ക്ലോത്തിങ്ങും ധരിക്കണം. അടുത്ത് നോക്കിയേ, ജ്വല്ലറി ആൻഡ് ഹൈ ഹീൽഡ് ഫുഡ് വെയർ മേ ബി ഡേഞ്ചറസ്. ജ്വല്ലറി, ആഭരണങ്ങള്, ഹൈ ഹീൽഡ് ഫുഡ് വെയേഴ്സ് ഡേഞ്ചറസ് ആണ്. ശരിയല്ലേ? കുറെ ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് നമുക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ, ഇപ്പൊ റേഡിയോളജിയിലൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ജ്വല്ലറി ഒക്കെ അവിടെ പറ്റില്ല അല്ലെ? റേഡിയേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ അത് ഹോസ്പിറ്റലിലാണെങ്കിൽ അവരൊക്കെ ലൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങളെ ഇടുള്ളൂ. അല്ലാതെ ഒരു 10 പവൻ ഇട്ടുകൊണ്ട് ചോദിക്കാൻ പറ്റോ? ജ്വല്ലറി വേണ്ട, അത് ഡേഞ്ചറസ് ആണ്. ആൻഡ് ഹൈ ഹീൽഡ് ഫുഡ് വെയർ, ആരെങ്കിലൊക്കെ ധരിക്കണ്ടോ ഫുഡ് വെയർ ഹൈ ഹീൽഡ് ആയിട്ടുള്ളത്? ഭയങ്കര പൊങ്ങിയിരിക്കുന്ന ചെരുപ്പൊക്കെ, അതൊക്കെ ഡേഞ്ചറസ് ആണ്. നമ്മൾ തന്നെ തട്ടിയൊക്കെ വീഴാം അല്ലെ? നമ്മൾ നടക്കുമ്പോ വല്ല കാലൊക്കെ മടങ്ങി വീഴോ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതൊക്കെ ഡേഞ്ചറസ് ആണ്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ജ്വല്ലറി ആൻഡ് ഹൈ ഹീൽഡ് ഫുഡ് വെയർ മേ ബി ഡേഞ്ചറസ്, അത് ഡേഞ്ചറസ് ആണ്. അപ്പൊ അത് നമ്മൾ ഒഴിവാക്കണം. ഹൈ ഹീൽഡ് ഉള്ളവർ ഇനി ഇതൊന്നും വേണ്ട കേട്ടോ. നമ്മുടെ എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നേരെ നിൽക്കുന്ന ചെരുപ്പാണ്. ഹൈ ഹീൽഡ് എന്ന് പറഞ്ഞാൽ ഉപ്പൂറ്റി മാത്രം ഇങ്ങനെ പൊങ്ങിയിരിക്കും, ബാക്കി ഭാഗം ഇത് ഇങ്ങനെയായിരിക്കും അല്ലെ? ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ? അപ്പൊ നമുക്ക് ഹെൽത്ത് ശരിയല്ല, നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ്. നമ്മൾ നേരെ തന്നെ നിൽക്കുന്ന രീതിയിലുള്ള ചെരുപ്പുകൾ ധരിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നോക്കിയേ, walk not run, especially when you are taking delicate breakable articles or instruments. walk നടക്കണം, നോട്ട് റൺ ഓടാൻ പാടില്ല എന്ന്. എസ്പെഷ്യലി പ്രത്യേകിച്ച് എന്താ, when you are taking
ഡെലിക്കേറ്റ്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിലോലമായ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ലേ അതുപോലെ അതിലോലമായ ഡെലിക്കേറ്റ്. ബ്രേക്കബിൾ, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആർട്ടിക്കിൾസ് ഓർ ഇൻസ്ട്രുമെന്റ്സ് കണ്ടോ, അതൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓടാൻ പാടില്ല. എന്താ ഓടിക്കഴിഞ്ഞാൽ എന്താ പറ്റുക, നമ്മൾ വല്ലയിടത്തും തട്ടി വീണ് കഴിഞ്ഞാലോ, അത് ചില്ലോ അങ്ങനെയുള്ള സാധനങ്ങളാണ് ഈ പൊട്ടിപ്പോയ നേരെ തറച്ച് നമ്മുടെ മേത്ത് കൊള്ളൂലേ. അതാണ് പൊട്ടിപ്പോകുന്ന സാധനങ്ങള്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള ലോലമായിട്ടുള്ള സാധനങ്ങള് അതൊക്കെ എടുത്തുകൊണ്ട്, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആർട്ടിക്കിൾസ് അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ ഓടാൻ പാടില്ല. എന്ത് ചെയ്യണം, നടക്കണം. ക്ലിയർ അല്ലേ പോയിന്റ്? അടുത്തത്, if you have seen foreign material, loose wire, oil spill, etc. on the floor, that may be cause of an accident. അടുത്ത നോക്കിയേ, എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ അപരിചിതമായിട്ടുള്ള സാധനങ്ങള്, അല്ലെങ്കിൽ അവിടെ വേണ്ടാത്ത സാധനങ്ങള്, ലൂസ് വയറൊക്കെ വല്ല ലൂസായി കിടക്കുകയാണെങ്കിൽ, ഇൻസുലേഷൻ വയറുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ളത് ഇലക്ട്രിക് വയറുകളൊക്കെ ലൂസായി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഓയിലുകള് എന്തെങ്കിലുമൊക്കെ ഫ്ലോറിൽ വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, that may be cause of an accident. ഇതെല്ലാം ആക്സിഡന്റ്, അപകടം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളല്ലേ. നിങ്ങളുടെ വീട്ടില് ചെയ്യാറില്ലേ, നിങ്ങൾ വീണിട്ടുണ്ടാവും ചിലപ്പോ അല്ലെ. കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവർ കളിപ്പാട്ടോ സാധനങ്ങളൊക്കെ വെറുതെ വലിച്ചെടുത്ത് നിരത്തിയിടും. ചിലപ്പോ നമ്മൾ അറിയാതെ എങ്ങനെ കയറി നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ തെങ്ങി വീഴാറില്ലേ. പിന്നെ അതുപോലെ വല്ല ലൂസായി കിടക്കണം, വയറിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണയോ അങ്ങനെ എന്തെങ്കിലും ഓയിലോ എന്തെങ്കിലുമൊക്കെ തറയിൽ വീണ് നമ്മൾ ശ്രദ്ധിച്ചില്ല, അറിയില്ലെങ്കിൽ നമ്മൾ കയറി ചവിട്ടി കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡന്റ് പറ്റൂലേ, വീഴാറില്ലേ. അപ്പൊ വീണിട്ടുണ്ടാരെങ്കിലും അങ്ങനെ? ആരും വീണിട്ടില്ലേ? ഞാൻ വീണിട്ടുണ്ട്. ആരും വീണിട്ടില്ല? നിങ്ങൾക്ക് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് നടക്കണ ഉണ്ട് അല്ലേ? അതുള്ള കാര്യമുള്ളോ പറഞ്ഞു. ഒരുപാട് തവണ കുട്ടികളുള്ള വീടൊക്കെ അങ്ങനെ അവരിങ്ങനെ അവർ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വാരിയൊക്കെ വലിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തിരക്കൊടിച്ച് നമുക്ക് എങ്ങനെയാണല്ലേ അല്ലെ, ഓരോ ജോലി തിരക്കിട്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്നൊക്കെ പോവുകയാണെങ്കിൽ അറിയാതെ തട്ടി വീഴും, സ്വാഭാവികം. അപ്പൊ എന്താ പറഞ്ഞേക്കണം, അങ്ങനെയുള്ളതൊന്നും അതൊക്കെ ആക്സിഡന്റ് കാരണമാക്കുന്നതാണ്. അപ്പൊ അതൊന്നും അങ്ങനെയൊന്നും പാടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാ പറഞ്ഞേക്കണം. പിന്നെ അടുത്ത നോക്കിയേ, പ്രാക്ടിക്കൽ ജോക്സ്. അതെന്താ പ്രാക്ടിക്കൽ ജോക്സ് എന്ന് പറഞ്ഞാൽ, ഡു നോട്ട് ഇൻഡൾജ് എന്ന് പറഞ്ഞ മീനിങ് പറഞ്ഞതല്ലേ ഞാൻ, വഴങ്ങുക. എന്തിന്? പ്രാക്ടിക്കൽ ജോക്സ്, തമാശകളിൽ വഴങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ ഏർപ്പെടരുത്. ഇൻവോൾവ്സ് ഫയർ, നമ്മൾ കുട്ടിപ്പിള്ളേരോട് പറയാറില്ലേ തീ എടുത്ത് കളിക്കരുതെന്ന്, പറയാറില്ലേ നിങ്ങള് തീയിൽ കളിക്കരുതെന്നൊക്കെ? എന്താ അപകടം പറ്റൂലേ, കൈയൊക്കെ വെറുതെ കൊള്ളൂ, ഒരാവശ്യമുള്ള കാര്യമല്ല അല്ലേ, ആവശ്യമുള്ളതല്ല, വെറുതെ കളിക്കാം. അങ്ങനെ പറയുന്നത് നമ്മൾ തീയോടൊക്കെ കളിക്കാൻ പാടില്ല, ആസിഡ് എടുത്ത് കളിക്കാൻ പാടില്ല, വാട്ടർ വെള്ളത്തില് അതുപോലെ കളിക്കാൻ പാടില്ല, കംപ്രസ്ഡ് എയർ ആൻഡ് പൊട്ടൻഷ്യലി ഹസാഡസ് തിങ്, എന്തെങ്കിലും ഹസാഡസ് ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയാ ദോഷകരമായിട്ടുള്ള അപകടകരമായിട്ടുള്ള അങ്ങനെയുള്ള സാധനങ്ങളിലൊന്നും നമ്മള് പ്രാക്ടിക്കൽ ജോക്സ് തമാശയില് കളികളിൽ ഏർപ്പെടാൻ പാടില്ല. ഇതെല്ലാം നമുക്ക് അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്, കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും തമാശയ്ക്ക് വേണ്ടി കളി അങ്ങനെയുള്ള ജോക്സ് എന്ന് വെച്ചാൽ ഇത് തമാശ അല്ലെ, തമാശയ്ക്ക് വേണ്ടിയിട്ട് കളികളിൽ ഏർപ്പെടാൻ പാടില്ല. അടുത്ത് നോക്കിയേ, വാർണിംഗ് ബോർഡേഴ്സ്, മുന്നറിയിപ്പ് ബോർഡ്സ് ആണ് കേട്ടോ, ബോർഡുകള്, വാർണിംഗ് ബോർഡുകള് മിക്ക സ്ഥലങ്ങളിലും വാർണിംഗ് ബോർഡ് വെക്കുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ പല സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മള് ട്രാഫിക് നമ്മളവിടെ വാർണിംഗ് ബോർഡുകൾ വെക്കുന്നുണ്ട് പല ഏരിയകളിലും. എന്തിനു വേണ്ടിയാ വാർണിംഗ് ബോർഡ് വെക്കണേ? എന്തിനാ വാർണിംഗ് ബോർഡ് വെക്കണേ? നമ്മൾക്കും ഒരു അറ്റൻഷൻ കിട്ടാൻ, ശ്രദ്ധ കിട്ടാൻ, അങ്ങോട്ട് പോകരുത്, അതെടുക്കരുത്, ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ ഒരു ബോർഡ് വെക്കുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് പോകില്ല അല്ലെ. നമുക്കൊരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്, എല്ലാ വാർണിംഗ് ബോർഡ്സിനും ബോർഡുകൾക്കും ശ്രദ്ധ നമ്മൾ കൊടുക്കണം അല്ലെ. പേ അറ്റൻഷൻ ടു ഓൾ വാർണിംഗ് ബോർഡ്സ്, എല്ലാ വാർണിംഗ് ബോർഡുകളിലും നമ്മൾ ശ്രദ്ധ കൊടുക്കണം. These signs warn you about dangerous and hazardous that may cause injury or harm. അതെന്താ നമുക്ക് തരുന്നേ? വാർണിംഗ്
വാണിംഗ് സൈനുകള് അല്ലെങ്കിൽ ബോർഡുകൾ എന്താ തരുന്നേ? നമുക്ക് ഒരു വാൺ ചെയ്യാണ്, നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ് അല്ലെ? അവിടെ എന്തെങ്കിലും അപകടം ഉണ്ട്, അല്ലെങ്കിൽ ഹസാർഡസ് ആയിട്ടുള്ള അപകടകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമ്മുടെ ഇഞ്ചുറി, നമുക്കൊരു പരിക്കിനോ അല്ലെങ്കിൽ ദോഷത്തിലേക്കൊക്കെ നയിക്കുന്ന കാര്യങ്ങളുണ്ട് എന്ന് നമ്മൾ വാൺ ചെയ്യാം. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കും. ആ ബോർഡ് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, അപ്പൊ അങ്ങോട്ട് പോകരുത്. നമ്മള് അപ്പൊ അങ്ങോട്ട് പോകുമോ? അപകടമാണ് അങ്ങനെ കാണിക്കുമ്പോൾ ഡേഞ്ചറിന്റെ സിമ്പിൾ ഒക്കെ വെച്ചിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അങ്ങോട്ട് പോകുമോ? നമുക്കറിയാം, നമ്മൾ വാൺ ചെയ്യിക്കുകയാണ് അത് അല്ലെ? അപ്പൊ നമ്മളത് ശ്രദ്ധിക്കും. അപ്പൊ നമുക്ക് അപകടം പറ്റില്ല. അതാ എല്ലാ വാണിംഗ് ബോർഡുകൾക്കും ശ്രദ്ധ കൊടുക്കുക. ഈ സൈൻസ്, ഈ വാണിംഗ് സൈനുകൾ എന്താണ്? നമുക്ക് എന്തെങ്കിലും അപകടത്തിലേക്കോ അല്ലെങ്കിൽ ദോഷത്തിലേക്കോ ഒക്കെ കാരണമാകുന്ന കാര്യങ്ങള്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ് ചെയ്യുന്നത്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. വാർണിംഗ് സൈൻ യു അബൌട്ട് ഡേഞ്ചറസ് ആൻഡ് ഹസാർഡസ് hazards that may cause injury or harm. Next നോക്കിയേ, work procedure, വർക്ക് ജോലി നടപടിക്രമങ്ങള്. ബി ഫെമിലിയർ വിത്ത് യുവർ വർക്ക് പ്രൊസീജിയർ ഇൻക്ലൂഡിംഗ് സേഫ് പ്രാക്ടീസസ് അറ്റ് വർക്ക്. നമ്മൾ പറഞ്ഞത് തന്നെയാണ്, നമ്മുടെ ജോലി എന്താണോ, നമ്മുടെ ജോലിയിലുള്ള പ്രൊസീജിയർ, എന്തൊക്കെ നടപടിക്രമങ്ങളാണോ നമ്മൾ ചെയ്യേണ്ടത് അല്ലെ, അതിന് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇൻക്ലൂഡിംഗ് ഏതാ? സേഫ്റ്റി പ്രാക്ടീസ്. അവിടെ എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ ധരിക്കേണ്ടത്, എന്തൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്, അത് ഉൾപ്പെടെ നമ്മൾ നമ്മുടെ വർക്ക് പ്രൊസീജിയറുകളിൽ നമ്മൾ ഫെമിലിയർ ആയിരിക്കണം. അപ്പൊ നമുക്ക് വേറെ അപകടങ്ങളൊന്നും പറ്റില്ല അല്ലെ? ഓക്കെ, വർക്ക് പ്രൊസീജിയർ, be familiar with your work procedure including safety practices at work. അതായത് ആ ജോലിയിലെ സുരക്ഷാ നടപടിക്രമങ്ങള്, അത് ഉൾപ്പെടെയുള്ള നമ്മുടെ വർക്ക് പ്രൊസീജിയറുകള്, വർക്ക് നടപടിക്രമങ്ങള് നമ്മൾ ഫെമിലിയർ ആയിരിക്കണം, നമുക്ക് എല്ലാം കൃത്യമായിട്ട് അറിയണം. നെക്സ്റ്റ് നോക്കിയേ, ഹാൻഡ് റെയിൽസ്. ഹാൻഡ് റെയിൽസ്, always use handrails on the stairway of ramps. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോട്ടോ, അത് ചോദിച്ചിട്ടുണ്ട്. always use dash on stairway of ramps അങ്ങനെ ചോദിച്ചത്. എന്തുപയോഗിക്കണം? ഹാൻഡ്രെയിൽസ് ഉപയോഗിക്കണം. on stairway of ramp. റാമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ചെരിഞ്ഞ സ്ഥലം. റാമ്പ്, റാമ്പ് ചെരിഞ്ഞ സ്ഥലം. അപ്പൊ നമ്മൾ മുകളിലൊക്കെ കയറുമ്പോ ഹാൻഡ് റെയിൽസ് ഉപയോഗിക്കാറുണ്ടോ? നിങ്ങള് യൂസ് ചെയ്യാറുണ്ടോ? സ്റ്റെയർവേ, ഇപ്പൊ നമുക്ക് മുകളിൽ കയറണം, സ്റ്റെയർവേ പിടിച്ചിട്ടാണ് പോണേ. സ്റ്റെയർവേയില് ഹാൻഡ് റെയിൽസുകള് സൈഡിൽ കൈവിരിയില്ലേ സ്റ്റെയറിന്റെ? എന്തിനാ വെച്ചേക്കണേ? കൈവിരി നമുക്ക് പിടിച്ച് കയറിയാൽ മതി അല്ലേ? അവിടെ പിടിച്ച് കയറുമ്പോ നമുക്കൊരു സപ്പോർട്ടാണ്. നമ്മള് ഹാൻഡ് റെയിൽ ചിലപ്പോ നമ്മള് പിടിക്കാതെയൊക്കെ വെറുതെ ഒക്കെ കയറുമ്പോ ചിലപ്പോ വേണമെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴാം അല്ലെ? നമുക്കൊരു പിടുത്തം വേണം മുകളിലേക്കൊക്കെ കയറുമ്പോ, അതാണ് ഹാൻഡ് റെയിൽസ് വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സ്റ്റെയർവേയിലും, സ്റ്റെയർവേ ഓഫ് റാംസ്, റാമ്പ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലം, സ്റ്റെയർവേയിലും സ്റ്റെപ്പിലും നമ്മൾ കയറുമ്പോൾ നമ്മൾ ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്, ഹാൻഡ് റെയിൽസ് യൂസ് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, ഓവർ ഹെഡ് ഒബ്ജക്റ്റ്. ഇനി നമ്മുടെ തലയ്ക്ക് മുകളിലുള്ള സാധനങ്ങൾ, ഒബ്ജക്റ്റ് എന്നാട്ടോ അത്. ടെക്സ്റ്റിലൊന്ന് നോക്കിയേ, കറക്റ്റ് ആണോ നോക്കിയേ, അല്ലെങ്കിൽ ഒന്ന് ശരിയാക്കട്ടോ. OBJECTS, ഒബ്ജക്ട്സ്. തലയ്ക്ക് മുകളിലുള്ള സാധനങ്ങള് നിങ്ങൾ എങ്ങനെ എടുക്കണേ? ബെർത്തിന്റെ മുകളിൽ നിന്നൊക്കെ, അടുക്കളയില് എല്ലാ പാത്രവും ഒന്നും താഴെയല്ല വെച്ചേക്കണം, ചിലപ്പോഴൊക്കെ ബെർത്തിന്റെ മുകളിലായിരിക്കും വെച്ചേക്കണേ. എങ്ങനെ എടുക്കും? എങ്ങനെ എടുക്കണേ നിങ്ങള്? നോക്കട്ടെ ഞാൻ. ഒബ്ജക്റ്റ് എന്നാട്ടോ. സ്റ്റൂൾ ഇട്ടെടുക്കും, സമീറ സ്റ്റൂൾ ഇട്ടെടുക്കും. ഓക്കെ, ഒബ്ജക്റ്റ് എന്നാട്ടോ. കണ്ടോ? ഓവർ ഹെഡ് ഒബ്ജക്ട്, OBJECTS, ഒബ്ജക്ട്സ്, വസ്തുക്കള്, തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കള്. അത് എടുക്കുമ്പോൾ സമീറ ഇവിടെ സ്റ്റൂൾ ഇട്ടെടുക്കുന്നു. ഇനി നിങ്ങൾ എടുക്കൂലേ? മുകളിലുള്ള സാധനങ്ങളൊന്നും എടുക്കാറില്ലേ?
ഇങ്ങനെയാ നോക്കിയേ, when you try to take objects overhead objects, അത് പിന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. when you take objects, അതായത് overhead objects, തലയ്ക്ക് മുകളിലുള്ള വസ്തുക്കൾ നമ്മൾ എടുക്കുമ്പോൾ always use a good ladder. എന്ത് ഉപയോഗിക്കണം എന്നാ പറഞ്ഞേക്കണേ? നല്ല ലാഡർ ഉപയോഗിക്കണം. ലാഡർ എന്താ? കോണി അല്ലേ? നല്ല ഏണി അല്ലെങ്കിൽ കോണി ഉപയോഗിക്കണം. ഇപ്പൊ ഇല്ലേ അങ്ങനെ പൊക്കം രണ്ട് സൈഡിലേക്ക് വെക്കുന്ന രീതിയിലുള്ള ലാഡർ? അപ്പൊ നമ്മള് മറഞ്ഞു പോവില്ല അത് അല്ലേ? അപ്പൊ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. അതാണ് നല്ല ലാഡർ ഉപയോഗിക്കുന്നത്. വെറുതെ നമ്മൾ ഒരു ഇത് ചാരിയൊക്കെ വെക്കുമ്പോൾ ചിലപ്പോൾ വേണമെങ്കിൽ തെറ്റിപ്പോവാം. അങ്ങനെ എത്ര പേര് വീണ സംഭവങ്ങളുണ്ട്. നിങ്ങളുടെ അടുത്തും കേട്ടിട്ടുണ്ടാവും അല്ലെ? കോണി തെന്നിപ്പോയി, കോണി തെന്നി മറിഞ്ഞു വീണു എന്നൊക്കെ കേൾക്കാം. അതാണ് ഗുഡ് ലാഡർ. വെറുതെ ലാഡർ എന്നല്ല പറഞ്ഞേക്കണം അവിടെ. ഗുഡ് ലാഡർ, നല്ല ലാഡർ ഉപയോഗിക്കണം. അതായത് നമ്മൾ തെന്നി പോകാത്ത രീതിയിൽ. ഇപ്പൊ പുതിയ ടൈപ്പ് ഉണ്ട് അല്ലെ? ലാഡർ ഉണ്ട്, രണ്ട് വശത്തേക്ക് വെക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് മടക്കി വെക്കാം. അപ്പൊ രണ്ട് സൈഡിലും ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ അവിടെ ഫിക്സ്ഡ് ആണ്, നമ്മള് തെന്നി ഒന്നും പോവില്ല അല്ലെ? അതുപോലെ നല്ല ലാഡർ ഉപയോഗിക്കണം. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. when you try to take objects overhead, always use a good ladder. do not climb on chair. അത് നോക്കി ഒന്ന്, ചെയർ എന്നാണോ നോക്കിയേ? ചെയർ ആട്ടോ, CHAIRS, ചെയേഴ്സ്. ചെയേഴ്സ്, ചെയറിലോ ഓർ ബോക്സസ്, ബോക്സിന്റെ മുകളിലോ ഒന്നും കയറി എടുക്കരുത്. സമീറയുടെ നല്ല ചെയറാടി കുഴപ്പമില്ലാട്ടാ. നീ അതും കൂടി പറഞ്ഞേക്കാം. അയ്യോ മിസ് ചെയറിൽ കയറണം എന്ന് പറഞ്ഞാൽ നമ്മള് ചിലതൊക്കെ നിങ്ങൾ അങ്ങനെ കേട്ടില്ലേ? കസേരേനൊക്കെ നമ്മൾ എന്തെങ്കിലും മുകളിലുള്ള സാധനം എടുക്കാൻ കസേര ഇട്ട് വലിച്ചു കയറി കസേരേന് വീണ് പരിക്ക് പറ്റിയിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ബോക്സ്, അങ്ങനെയുള്ള നമ്മളെ സേഫ് ആയിട്ടുള്ളതിന് മാത്രം കയറിയിട്ടേ മുകളിലുള്ള സാധനങ്ങൾ എടുക്കാൻ പാടുള്ളൂ. അത്ര അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. do not climb on chairs or boxes. അതായത് നമ്മള് ചെയറിലോ അല്ലെങ്കിൽ ബോക്സിലോ ഒന്നും കയറി നിന്ന് ഏങ്ങി വരഞ്ഞ് എടുക്കരുത്. നല്ല ലാഡർ തന്നെ ഉപയോഗിക്കണം. അപ്പൊ എന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയാണ്. ആ ചേച്ചി മുകളിലൊക്കെ തൂത്ത് വാരാനായിട്ട് കയറിയതാണ്. മാറാലിയൊക്കെ അടിക്കാനായിട്ട് കയറിയതാ. കസേര ഇട്ടിട്ടാ കയറി നിന്നേ. ആ കസേരയിട്ട് തെങ്ങി പോയി ആളപ്പ വീണ്, അപ്പൊ തന്നെ ആള് മരിച്ചു. നമ്മളത് വളരെ ശ്രദ്ധിക്കണം. ഇനി മുതൽ ഇതൊക്കെ എടുക്കുമ്പോ നമ്മുടെ സേഫ്റ്റിയും കൂടി നിങ്ങൾ നോക്കണം കേട്ടാ. അപ്പൊ ഇനിയുള്ളതൊക്കെ ചെയർ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല, ഫിക്സ്ഡ് ആണ്, തെന്നൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നല്ല ലാഡർ തന്നെ ഉപയോഗിച്ച് കയറണം. നമ്മൾ വല്ല ഒരു സ്റ്റൂൾ ഇട്ടിട്ട് അതിന്റെ മുകളിൽ വേറെ സ്റ്റൂൾ ഇട്ടിട്ടോ, അല്ലെങ്കിൽ വല്ല ബോക്സ് ഒക്കെ വിലയില്ലാത്തത് അതൊക്കെ വലിച്ചിട്ട് അതിന്റെ മുകളിലോ അങ്ങനെയൊന്നും കയറാൻ പാടില്ല. നമ്മുടെ സേഫ്റ്റി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പൊ ഇതെല്ലാം എന്താണ് ഇതിൽ വരുന്ന ജനറൽ സേഫ്റ്റി റൂൾസിൽ വരുന്ന. ക്ലിയർ ആയില്ലേ പറഞ്ഞത് പോയിന്റുകള്? അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണേത്, ഇൻക്ലൂഡ് ചെയ്യാത്ത ഏതെന്ന് ചോദിക്കാം. പിന്നെ കുഞ്ഞു കുഞ്ഞു നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടില്ലേ, അതും കൂടി വായിച്ചു വെക്കണം കേട്ടോ. when you try to take object overhead, always use dash. എന്ത് ഉപയോഗിക്കണം? നല്ല ലാഡർ ഉപയോഗിക്കണം. do not climb, നമ്മൾ മുകളിൽ കയറാൻ പാടില്ല. ചെയറിലോ ബോക്സോ അതിന്റെ മുകളിലൊന്നും കയറി എടുക്കാൻ പാടില്ല. ഓക്കെ, ഇത്രയും മതി. അടുത്ത നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. നമ്മൾ എവിടെ വരെയാ പറഞ്ഞത്? അടുത്ത ജനറൽ സേഫ്റ്റി റൂൾസ്. ഈ പോയിന്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ലേ? കിട്ടൂല? ഇന്ന് തന്നെ വായിക്കണവര് എത്ര പേരുണ്ട്? ഞാൻ നോക്കാം. ഇവിടെ എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ സാന്ദ്ര ഉണ്ട്, അഞ്ജന ഉണ്ട്, ശരണ്യ ഉണ്ട്, ഗായത്രി ഉണ്ട്, ദീപ്തി ഉണ്ട്, മേഘ ഉണ്ട്. ഇവരെയൊക്കെ ഞാൻ സ്ക്രീനിൽ ഇപ്പൊ നിങ്ങളിത് കാണുന്നുണ്ടോ? അപ്പൊ ഇത് കുറച്ചു പേരൊക്കെ ഉണ്ട്. ആരൊക്കെ വായിക്കുമെന്ന് ഇന്ന് തന്നെ വായിക്കും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് പേടിക്കണ്ട. ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. നമ്മൾ ഇമ്പോർട്ടന്റും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മള് പോയിന്റ്സുകളും ക്ലിയർ ആണ്. ഇന്ന് വായിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? നാളത്തേക്ക് കുറച്ച് മറന്നോ, ചില പോയിന്റ് മിസ്സായി പോകും. മറ്റന്നാളത്തേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി പോയിന്റ് മിസ്സാവും. ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ചിലപ്പോൾ ഒന്നും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ വായിച്ചു വെക്കാം. അതുപോലെ എക്സാം കഴിഞ്ഞപ്പോ നമുക്ക് കിട്ടിയ ഒരു പാഠമാണ്. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കി നമുക്ക് പറ്റിയ പറ്റുകള് നമ്മൾ തിരുത്തി വേണ്ടേ ഇനി അടുത്തത് ചെയ്യാനായിട്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളോട് ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചിലർക്ക് പറയുമ്പോൾ ഇഷ്ടാവില്ല, എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടോ എന്നുള്ളത്. എന്നാലും ഞാൻ നിങ്ങളുടെ ഒരു നല്ലതിന് വേണ്ടി പറഞ്ഞതാണ്. നമ്മൾ അന്ന് തന്നെ ഇനി വായിക്കാത്തവരാണെങ്കിലും വായിച്ചു വെക്കുക. ഓക്കെ, വേറെന്താ? ഓക്കെ, ഒരാളോട് ഹാർട്ട് കിട്ടേണ്ടിട്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമുള്ളത്. ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതിനൊരു സിമ്പിളാണ് ഇവിടെ കണ്ടത്. ഒരു ഹാർട്ട് ഇവിടെ വന്നു എനിക്ക്, ഞാൻ കണ്ടു. അപ്പൊ എന്താ പറയാ, അങ്ങനെയൊക്കെ നമ്മളെ ആണെങ്കിലും പറയുമ്പോൾ നിങ്ങൾ അത് കേൾക്കുകയാണെങ്കിൽ ഒരു എസ്സോ തമ്പോ അതൊക്കെ ഇടുവാണെങ്കിൽ നമുക്കും
വലിയ സന്തോഷമാവും. നിങ്ങളത് ഞാൻ പറയുന്നത് അക്സെപ്റ്റ് ചെയ്തല്ലോ എന്നുള്ളൊരു ഇത്. എനിക്ക് വെറുതെ വന്ന ക്ലാസ് അങ്ങ് എടുത്ത് പോയാൽ മതി, ഇതൊന്നും പറയണമെന്നില്ല. പക്ഷെ നിങ്ങളോടുള്ള ഒരു ഇതും കൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അത് എന്താ പറയാ, അത് അങ്ങനെ ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കേൾക്കാം. അവരെങ്ങനെയാണോ ഇതിന്റെ വഴിക്ക് പറഞ്ഞു, ഞാൻ എന്റെ രീതിയിലാ ചെയ്യുള്ളൂ എന്നുള്ളവരാണെങ്കിൽ ഓക്കെ, എനിക്കൊന്നും പറയാനില്ല. എന്നാൽ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടല്ലോ നല്ല കുട്ടികളുണ്ട്, കുറച്ച് ബാക്കിലേക്ക് നിൽക്കുന്ന പിള്ളേരുണ്ട് അല്ലെ, നെഗറ്റീവായിട്ട് എടുക്കുന്നവരുണ്ട്. ചിലര് ചില കാര്യങ്ങൾ പറയുമ്പോൾ പോസിറ്റീവായിട്ട് കാണും, അതേപോലെ ചെയ്യും. ചിലരാണെങ്കിൽ എത്ര പറഞ്ഞാലും കേൾക്കില്ലാത്തവരും ഉണ്ട്. അതുകൊണ്ട് എന്താ പറയാ, പറയുന്ന കാര്യങ്ങള് ശരിയാണെന്ന് തോന്നാം, എനിക്ക് മനസ്സിൽ ഓക്കെ മിസ് പറഞ്ഞ് ശരിയാണ്, അങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ മനസ്സാണല്ലോ ഏറ്റവും വലിയത്. അത് തോന്നി അങ്ങനെ ചെയ്യാന് ഇതുള്ളവര് അങ്ങനെ ചെയ്യാം. ഓക്കെ അല്ലേ? എന്നൊരു തമ്പട്ടെ. യെസ്, ഓക്കെ. ഇങ്ങനെ തമ്പൊക്കെ ഇടയ്ക്ക് വരുമ്പോഴേ നമുക്കൊരു സന്തോഷമുള്ളൂ. എന്നാ ഓക്കെ, കുറെ തമ്പൊക്കെ വരുന്നുണ്ട്, അപ്പൊ നമുക്കൊരു സന്തോഷമില്ലേ, നിങ്ങളത് കേട്ടു ഇത് എന്നുള്ളത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ് കാണാം.